സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായം വായിക്കുന്നു. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദികെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളുകളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരുമായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. അന്ത്യകാലത്ത് ദുർഘടമായ സമയങ്ങൾ വരും എന്ന് ഓർക്കുക. ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവർ ഉണ്ടായിരിക്കും. എത്ര ഭയങ്കരമാണ്, എത്ര ദയനീയം. ഭക്തി അഭിനയിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. പുറമേ എത്ര വലിയ ഭക്തിയാണ്. ബൈബിളില്ലെന്നാണോ വിചാരിച്ച്? വലിയൊരു ബൈബിളുണ്ട് എൻ്റെ കയ്യിൽ. ബൈബിൾ ഇല്ലാത്തവർ ബുദ്ധിയില്ലാത്തവരാണെന്ന് വിചാരിക്കുന്നത്. ബൈബിൾ കയ്യിൽ എടുത്തുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളില്ലേ, അവരാണ് ഒന്നിനും കൊള്ളാത്ത ആളുകൾ. പുറമേ വലിയ ഭക്തിയാണ്. ബൈബിളൊക്കെ പിടിച്ചുകൊണ്ടുവരും, എപ്പോഴും വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കും. സ്തോത്രമെന്ന് പറയും, പ്രൈസ് ദ ലോർഡ് എന്ന് പറയും, യഹോവ എൻ്റെ ഇടയനാകുന്നുവെന്ന് പറയും. എലീശയുടെ അടുക്കലുണ്ടായിരുന്നതായ ഗേഹസി ഒരു വചനം ഇങ്ങനെ പഠിച്ചു വെച്ചിരുന്നു: യഹോവ എൻ്റെ കൂടെയുണ്ട്, യഹോവയുടെ സാന്നിധ്യം എൻ്റെ കൂടെയുണ്ട്. ഞാൻ ആ രഥത്തിൻ്റെ അടുക്കിൽ ചെന്നിട്ട് വെള്ളിയും സ്വർണമൊക്കെ വാങ്ങിയെടുക്കും. ഞാൻ കള്ളം പറയാനിടയാകും. കള്ളം പറഞ്ഞിട്ട് പറയുകയാണ് യഹോവ കൂടെയുണ്ട് എന്ന്. വഞ്ചന കാട്ടിയിട്ട് പറയുകയാണ് യഹോവ കൂടെയുണ്ടെന്ന്. എന്താണ്? ഇതാണോ ക്രിസ്തീയ ജീവിതം? നിന്റെ ഭക്തി നിനക്ക് ശക്തി നൽകുന്നുണ്ടോ? നിന്റെ ഭക്തി പിശാചിനെ ഓടിക്കുവാൻ കഴിയുന്ന ശക്തി നൽകുന്നുണ്ടോ? നിന്റെ ഭക്തി ജഡത്തിന്റെ മോഹങ്ങളെ ജയിക്കുവാനുള്ള ശക്തി നൽകുന്നുണ്ടോ? നിന്റെ ഭക്തി നിനക്ക് അന്യായമായ സമ്പത്തും കൈക്കൂലിയും വേണ്ട എന്ന് പറയുവാൻ തക്കവണ്ണമുള്ള ശക്തി നൽകുന്നുണ്ടോ? നിന്റെ ഭക്തി ബ്രാൻഡി ബോട്ടിൽ കാണുമ്പോൾ തന്നെ ഛീ വേണ്ട എന്ന് പറയുവാൻ കഴിയുന്നതായ ശക്തി നൽകുന്നുണ്ടോ? ദാനിയേലിന്റെ മുൻപിൽ കൊണ്ടുവച്ചു വിശിഷ്ടമായ ഭോജനങ്ങൾ, രാജകീയ ഭക്ഷണം, ഇമ്പോർട്ടഡ് വൈൻ. നിനക്കിതെല്ലാം സൗജന്യമായി കഴിക്കാം, അതിനുള്ള അവസരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നോക്കുക, ദാനിയേൽ അപ്പോൾ യൗവനക്കാരനാണ്, നല്ല ടീനേജ് പ്രായത്തിലായിരുന്നവൻ. എല്ലാ കാര്യങ്ങളും ആസ്വദിക്കണമെന്ന് മനസ്സുണ്ടാകേണ്ടുന്ന പ്രായം. എന്നാൽ അത് കണ്ട് ഛീ എനിക്ക് വേണ്ട, രാജഭോജനമാണ്, എനിക്ക് വേണ്ട, ഈ രാജഭോജനം ഭുജിച്ച് എൻ്റെ ശരീരത്തെ അശുദ്ധമാക്കില്ല, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, എനിക്ക് വേണ്ട. അപ്പോൾ ആ അധികാരി പറയുകയാണ്, നിർബന്ധിക്കുകയാണ്, നോക്ക് അവരെല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ആരോഗ്യമായിട്ടിരിക്കും, നീ ക്ഷീണിച്ചിരുന്നാൽ എന്നെ രാജാവ് വഴക്ക് പറയും. ദാനിയേൽ പറഞ്ഞു, കുഴപ്പമില്ല, എനിക്ക് ശാകാഹാരം മതി, വേണമെങ്കിൽ എന്നെ പരീക്ഷിക്കൂ. അങ്ങനെ സാധാരണ ആഹാരം കൊടുത്തു. 10 ദിവസം കഴിഞ്ഞപ്പോൾ അവന്റെ ശരീരം മാംസപുഷ്ടിയുള്ളതായിരിക്കുന്നു, പുഷ്ടിയുള്ളവനായി സൗന്ദര്യമുള്ളവനായിരിക്കുകയാണ്. എന്താണ് നമുക്ക് ആരോഗ്യമുണ്ടാകണമെങ്കിൽ ആവശ്യമില്ലാത്ത എല്ലാം കഴിക്കണമെന്നാണോ? വീഞ്ഞ് ലഹരി പിടിപ്പിക്കുന്നതാണ്, ശരീരത്തിന് ദോഷം ചെയ്യുന്നു. ഗ്ലാസിൽ വീഞ്ഞ് നുരഞ്ഞ് പതയ്ക്കുന്നത് നോക്കുവാൻ പാടില്ല. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? സദൃശവാക്യങ്ങൾ 23-ാം അധ്യായം വായിച്ചാൽ ആർക്കാണ് കഷ്ടം, ആർക്കാണ് വേദന, ആർക്കാണ് അനാവശ്യമായ മുറിവുകളുള്ളത്? വീഞ്ഞ് കുടിച്ച് മത്രാകുന്നവർക്കാണ്, ചാരായം കുടിക്കുന്നവർക്കല്ലേ അനാവശ്യമായ മുറിവുകളുള്ളത്. കഷ്ടത, ദുഃഖം, മുറിവുകൾ, വേദന. എത്രയോ ആളുകൾ ഈ കാലത്ത് തങ്ങളുടെ ശരീരത്തെ ഇതാ ദൈവമേ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പാടാനിടയായി. ഇതാ കർത്താവേ, എൻ്റെ ജീവിതം നിന്റെ കയ്യിൽ ഞാൻ നൽകുന്നു. നല്ലതാണ്. ഈ പാടിയ എല്ലാ ആളുകളും തന്നെ ലോകത്തിൽ ആശ്രയിക്കാറില്ലേ? പാപത്തിൽ ആശ്രയിക്കാറില്ലേ? ലോകത്തിലേക്ക് തിരിയാറില്ലേ? മദ്യം കുടിക്കാറില്ലേ? വഞ്ചന ചെയ്യാറില്ലേ? കള്ളം പറയാറില്ലേ?
ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, ഞാൻ കൈക്കൂലി വാങ്ങില്ല, ഞാൻ കള്ളം പറയുകയില്ല, ഞാൻ പലിശയ്ക്ക് ഈ പണം ആർക്കും കൊടുക്കുകയില്ല, ഞാൻ തെറ്റായി ബിസിനസ് ചെയ്യില്ല, ഞാൻ ഈ ദുഷ്കാര്യം ചെയ്യുകയില്ല എന്ന് പറയുമോ? പാട്ടുപാടുന്നത് ശീലമായിരിക്കുകയാണ്, പാട്ടുപാടുന്നത് ശീലമായിരിക്കുന്നു. ഇന്ന് ചോദിച്ചാൽ പറയാം, കർത്താവേ, ഇന്നു മുതൽ എൻ്റെ ജീവിതത്തെ നീ നടത്തണമെന്ന്. ഇനി ഒരു 3 മാസം കഴിഞ്ഞിട്ട് മീറ്റിംഗ് വെച്ചാൽ അന്നും വന്നും പറയും, കർത്താവ് ഇന്നു മുതൽ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നുവെന്ന്. ഈ 3 മാസത്തെ ജീവിതം എന്ത് പറ്റിയെന്ന് ആർക്കും അറിയാൻ കഴിയില്ല. എത്ര കാലം അങ്ങനെ നിങ്ങളുടെ ജീവിതം വേസ്റ്റായി പോകുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? എത്ര കാലം വേസ്റ്റായി പോകുന്നു? ദൈവം നൽകിയിരിക്കുന്നതായ അവസരങ്ങളെ നീ ഉപയോഗിക്കാതെ പിശാചിന് നിന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്ത്, പിശാചിന് നിന്റെ ജീവിതത്തെ സമർപ്പിച്ച് എത്ര കാലം നീ ഇങ്ങനെ ജീവിതത്തിൽ മുൻപോട്ട് പോകും? അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യൻ അന്ത്യകാലത്ത് സ്വാർത്ഥതയുള്ളവരായിരിക്കും. സ്വാർത്ഥതയുള്ളവരെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അറിയാവുന്നവർ പറയൂ. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചു പറയുക, സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്നെക്കുറിച്ച് തന്നെ നീ ചിന്തിക്കുന്നതാണ്, നിന്നെക്കുറിച്ച് മാത്രം ആലോചിക്കുന്നത്, നിന്റെ സുഖം മാത്രം നോക്കുന്നത്, മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാതിരിക്കുന്നത്. ശരിയാണോ അല്ലയോ? കർത്താവ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നാണ്. നിസ്വാർത്ഥനായ മനുഷ്യൻ തന്നെപ്പോലെ തൻ്റെ അയൽക്കാരെയും സ്നേഹിക്കും. നീ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിച്ചാൽ നിന്നെക്കുറിച്ച് മറ്റുള്ളവരും ചിന്തിക്കും. നീ നിന്റെ കാര്യം മാത്രം ചിന്തിച്ചാൽ നിന്നെക്കുറിച്ച് ആരും ചിന്തിക്കുകയില്ല. നിന്നെക്കുറിച്ച് മാത്രം നീ ചിന്തിച്ചാൽ ആരും നിന്നെക്കുറിച്ച് ചിന്തിക്കാനിടയാവുകയില്ല. അന്ത്യകാലത്ത് മനുഷ്യൻ സ്വാർത്ഥനായി മാറും. അവന്റെ കാര്യം അവൻ മറ്റുള്ളവരെക്കുറിച്ച് പരിഗണിക്കില്ല. സ്വന്തം കാര്യം, കഷ്ടത വന്നാലും സന്തോഷം വന്നാലും എല്ലാം അവരവർ തന്നെ അനുഭവിക്കണം. എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഒരു മനുഷ്യന് ഒരുപാട് സന്തോഷം വന്നിരിക്കുന്നു എന്ന് വിചാരിക്കുക. ആ വ്യക്തി സ്വാർത്ഥനായ മനുഷ്യനാകുന്നുവെങ്കിൽ അവന് സന്തോഷം വന്നാൽ അവനും ചിന്തിക്കും, ആ മറ്റുള്ളവരോട് പറഞ്ഞാൽ അവരും സന്തോഷിക്കാനിടയാകും. ഹേയ്, അവരും തന്നെ സന്തോഷിക്കണം. ഹേയ്, ഞാൻ മാത്രം സന്തോഷിച്ചാൽ പോരെ. ഹേയ്, അവരും തന്നെ എന്നോടൊപ്പം ചിരിക്കണം. ഹേയ്, ഞാൻ മാത്രം ചിരിച്ചാൽ പോരെ എന്ന് പറഞ്ഞ് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അവൻ ചിരിക്കുകയാണെങ്കിൽ ആളുകൾ എന്താണ് വിചാരിക്കുന്നത്? അവനൊരു ഭ്രാന്തനാണെന്ന് പറയും. എന്താണ്? സ്വാർത്ഥരായ മനുഷ്യർ ഭ്രാന്തന്മാരാണ്. പങ്കുവയ്ക്കുന്നതിലാണ് അനുഗ്രഹമുള്ളത്, അല്ലാതെ സ്വാർത്ഥതയിലല്ല അനുഗ്രഹം ഉള്ളത്. അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളാകും. എത്രയോ മാതാപിതാക്കൾ ഇന്ന് ദുഃഖിക്കുന്നത് കാണാൻ കഴിയും. എത്രയോ മക്കൾ സ്വസ്നേഹികളായിട്ട് മാതാപിതാക്കളെക്കുറിച്ച് ചിന്തിക്കാതെ അവരുടെ സുഖം നോക്കി അവരുടെ കാര്യം മാത്രം ശ്രദ്ധിച്ച് ജീവിക്കുന്നു. സ്വാർത്ഥരായ മനുഷ്യർ, അവർ ധനമോഹികളാണ്. അന്ത്യകാലത്തുള്ള മനുഷ്യൻ എങ്ങനെയാണ്? മനുഷ്യന്റെ ഹൃദയം എങ്ങനെ ഇടിക്കുന്നു? അപ്പോൾ അന്ത്യകാലത്ത് മനുഷ്യന്റെ ഹൃദയം പണം 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 അങ്ങനെയാണ് ഇടിക്കാറുള്ളതെന്നാണ് പറയുന്നത്. എനിക്ക് പണം നേടണം, പണം സമ്പാദിക്കണം, പണം സമ്പാദിക്കണം. ഞാൻ മനസ്സിലാക്കിയത് ഇതാണ്: കഷ്ടപ്പെട്ട് പണം സമ്പാദിക്കുന്നവൻ ഒരിക്കലും ഒരു കോടീശ്വരനായി മാറുകയില്ല എന്നുള്ളത്. വഞ്ചനയും കൈക്കൂലിയും കള്ളപ്പണവും ഒക്കെ ഉള്ളവനാണ് കോടീശ്വരന്മാരാകുന്നത്. അവസാനം എന്തെങ്കിലും പിടിക്കപ്പെട്ട് ജയിലിലും പോകും. അങ്ങനെയൊന്നുമില്ലാതെ സുഖമായിട്ട് അധ്വാനിച്ച്, ദൈവം എന്താണ് പറഞ്ഞത്? നിന്റെ അധ്വാന ഫലത്തെ ഞാൻ അനുഗ്രഹിക്കാനിടയാകും. നീ അധ്വാനിച്ച് സമ്പാദിക്കുന്നത് 10 രൂപയാണെങ്കിലും നീ ആഹാരം കഴിച്ച് സമാധാനത്തോടെ ഉറങ്ങുവാൻ തക്കവണ്ണം ഞാൻ അനുഗ്രഹിക്കും. നീ കോടികൾ സമ്പാദിച്ചിട്ട് ഉറക്കമില്ലാത്തവനാണെങ്കിൽ എന്താണ് പ്രയോജനം? മനുഷ്യർക്ക് പണത്തിന് വേണ്ടിയാണ് ഇപ്പോൾ കൂടുതലും പ്രശ്നം ഉണ്ടാകുന്നത്. പണത്തിന് വേണ്ടി ഒരാളെ കൊല്ലുകയാണ്. പണത്തിന് വേണ്ടി കൂടപ്പിറപ്പുകൾ പോലും ഒരാൾ മറ്റൊരാൾക്ക് എതിരായിട്ട് ദോഷം ചെയ്യുകയാണ്. പണത്തിനു വേണ്ടി സ്വന്തം മാതാപിതാക്കളെ പോലും കൊല്ലുവാൻ മടി കാണിക്കാത്ത ആളുകളുള്ള അന്ത്യകാലത്താണ് നാം ആയിരിക്കുന്നത്. ധനമോഹം സകല ദോഷത്തിനും ഹേതുവാകുന്നു. പണം നല്ലതാണ്, അതുകൊണ്ട് പ്രയോജനമുണ്ട്. പണം കൊടുത്താൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങൾ നൽകുന്ന പണം കൊണ്ടാണ് ഞങ്ങൾ ഈ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം നടത്തുന്നത്, ഇതിൻ്റെ ബില്ലുകൾ കെട്ടുന്നത്, ഇവിടുത്തെ ലൈറ്റുകളാണെങ്കിലും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പ്രവർത്തിക്കാനിടയാകും. എന്നാൽ ഇതേ പണം പിശാചിന് വേണ്ടിയും ഉപയോഗിക്കുന്നു, ദൈവത്തിന് വേണ്ടിയും ഉപയോഗിക്കുന്നു. മനുഷ്യൻ ഏത് കാര്യത്തിന് വേണ്ടിയാണ് ആ പണം ഉപയോഗിക്കുന്നത്, അതനുസരിച്ചാണ് അതിന് വിലയുണ്ടാകുന്നത്. നിങ്ങളുടെ പണം ദൈവത്തിന് വേണ്ടി വിതയ്ക്കുക. വിത്തെടുത്തുകൊണ്ട് കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ എന്താണ് ചെയ്യുന്നത്? വിതയ്ക്കുന്നവൻ എന്താണ് ചെയ്യുന്നത്? അവന് മണ്ണിൽ വിതയ്ക്കുവാനിടയാകും. അത് കണ്ടതായ ഒരു പയ്യൻ, കൃഷിയെക്കുറിച്ച് അറിയാത്ത ഒരു പയ്യൻ പറയുകയാണ്, എന്തിനാണ് ഈ ധാന്യമെല്ലാം മണ്ണിലിട്ട് വെറുതെ വേസ്റ്റാക്കി കളയുന്നതെന്ന്. ഒരു ചാക്ക് ധാന്യം കൊണ്ട് എന്തിനാണ് മണ്ണിൽ വിതച്ചു കളഞ്ഞത്? 3 മാസം കഴിക്കാൻ പറ്റുമായിരുന്നല്ലോ പിതാവേ എന്ന് ചോദിച്ചു. എന്താണ് വിതയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്?
അത് വിതച്ചെങ്കിൽ മാത്രമേ അത് ഫലമുണ്ടാവുകയുള്ളൂ. ഒരു ചാക്ക് നാം വിതയ്ക്കുകയാണെങ്കിൽ അത് എത്ര ചാക്ക്, 100 ചാക്കാണ്, 50 ചാക്ക് എത്രയാണെന്ന് കറക്റ്റ് എനിക്ക് എൻ്റെ അളവുകളൊന്നും അറിയുകയില്ല. എന്നാൽ എന്താണ്? കണ്ണുനീരോടുകൂടി വിതയ്ക്കുന്നവൻ ആർപ്പോടുകൂടി കൊയ്യും. ദൈവത്തിന് വേണ്ടി പണം ചിലവഴിക്കുക, ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കൂ, വിതയ്ക്കുക, പണം സമ്പാദിക്കുക. നിനക്ക് ആവശ്യമുള്ളത് ന്യായമായിട്ട് സമ്പാദിക്കുക. നിനക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കൂ, ബാക്കിയുള്ളത് ദൈവത്തിന് കൊടുക്കുക എന്ന് ജോൺ വെസ്ലി എന്ന വിദേശത്തുള്ള ദൈവദാസൻ പറയാനിടയായി. അന്ത്യകാലത്ത് ധനമോഹം ഉണ്ടാകുന്നു, പണം നേടുന്നതിന് വേണ്ടി വഞ്ചന കാണിക്കുന്നു, കലഹങ്ങൾ നടത്തുന്നു. അനേക രാജ്യങ്ങൾ പോലും നശിച്ചു പോകുന്നതായിട്ട് കാണാൻ കഴിയും. മനുഷ്യർ ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും നന്ദികെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും കള്ളം പറയുന്നവർ. ഇക്കാലത്ത് പച്ചവെള്ളം പോലെ കള്ളം പറയുന്ന ചില ആളുകളുണ്ട്. ചായയോ കോഫിയോ ആണെങ്കിൽ അല്പം പതിയെയാണ് കുടിക്കാറുള്ളത്. എന്നാൽ കൂൾ ഡ്രിങ്ക് ആണെങ്കിൽ കുറച്ച് തണുപ്പായതുകൊണ്ട് എന്ന് നാം കുടിക്കാറുണ്ട്. എന്നാൽ പച്ചവെള്ളം കുടിക്കുന്നവൻ വലിയ പാത്രത്തിൽ വെള്ളമെടുത്ത് കടകടാന്ന് വയറ് നിറച്ച് കുടിക്കും. അങ്ങനെ ഒന്നും ചിന്തിക്കാതെ കള്ളം പറയുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. ചിലർ പറയാറുണ്ട് 1000 കള്ളം പറഞ്ഞാലും കല്യാണം നടത്താം എന്ന്. ആ കല്യാണം എത്ര നിലനിൽക്കുമെന്ന് എനിക്കറിയില്ല. എന്നാൽ അസത്യം പറയുന്നത് ഒരിക്കലും നിലനിൽക്കുകയില്ല. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു: ഭോഷ്ക് പറയുന്ന ഏവർക്കും ഉള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലുമത്രേ. അവിടെ വലിയൊരു ലിസ്റ്റ് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകം 21:8. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ശൂദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കും ഉള്ള ഓഹരി തീയും ഗന്ധകം കത്തുന്ന പൊയ്കയിൽ അത്രേ. അതുപോലെ 22:15 നായ്ക്കളും ശുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. കള്ളം പറയുന്നത് ചെറിയ പാപമാണെന്ന് വിചാരിക്കരുത്. അന്ത്യകാലത്ത് ഒരുപാട് ആളുകൾ കള്ളം പറയും. കള്ളം പറയാതെ ജീവിക്കുവാൻ കഴിയില്ല, കള്ളം പറയാതെ ജോലി കിട്ടത്തില്ല, കള്ളം പറയാതെ കല്യാണം നടക്കുകയില്ല, കള്ളം പറയാതെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ കഴിയില്ലെന്ന് മനുഷ്യർ ചിന്തിക്കുന്നു. ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. കള്ളം പറഞ്ഞിട്ട് രക്ഷപ്പെടുന്നതിനേക്കാൾ നല്ലത് സത്യം പറഞ്ഞ് സമാധാനപ്പെടുന്നതാണ്, നേരെയാകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നന്മ. അന്ത്യകാലത്ത് മനുഷ്യർ സ്വാർത്ഥരായിട്ട് മാറും. അഹങ്കാരികൾ, ഭോഷ്ക് പറയുന്നവർ, അഹങ്കാരികൾ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അപകടകരമായ ഒരു സ്വഭാവമാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അത് മറക്കരുത്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഗർവം, ഗമണ്ട് കാണിക്കുന്നത്. ആരെയും അംഗീകരിക്കില്ല, എൻ്റെ ഇഷ്ടമാണ്, എനിക്കെല്ലാം അറിയാം, ആരും ചോദ്യം ചെയ്യണ്ട, ആരെയും വകവയ്ക്കാതെ സംസാരിക്കും, തോള് ഉയർത്തിപ്പിടിക്കും. എന്താണ് അവരുടെ നടപ്പിൽ തന്നെ അറിയാൻ കഴിയും. അഹങ്കാരമുള്ളവരുടെ അവരുടെ മുഖത്ത് നോക്കിയാൽ അറിയാൻ കഴിയും. അഹങ്കാരികളെ ദൈവം ദൂരത്തു നിന്ന് നോക്കുമെന്നാണ്. ദൈവത്തിന് സഹിക്കത്തില്ല. അഹങ്കാരികളെ ഒരിക്കലും അവൻ സഹിക്കുകയില്ലെന്നാണ്. താഴ്മയുള്ളവനോട് ദൈവം കരുണ കാണിക്കാനിടയാകും. എന്താണ് ഒരു അഹങ്കാരി മറ്റൊരു അഹങ്കാരിയെ കാണുന്നതായ സമയത്ത് 2 അഹങ്കാരികൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ എന്തു പറ്റുമെന്നറിയാമോ? എന്തു സംഭവിക്കുമെന്നറിയാമോ? അയ്യോ, വഴക്കും തർക്കവും കലഹവും, കൊലപാതകം, എത്രമാത്രം ദോഷം സംഭവിക്കുമെന്ന് അറിയാമോ? അഹങ്കാരിയായിരിക്കുന്ന ഭാര്യ, അഹങ്കാരിയായിരിക്കുന്ന ഭർത്താവ്, അവരുടെ കുടുംബജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? നീ ആരാണെന്ന് ചോദിച്ചാൽ ചോദിക്കും, നീ ആരാണ്? എന്താണ്ടി അങ്ങനെ സംസാരിക്കാൻ? നിങ്ങളെന്താ അങ്ങനെ സംസാരിക്കുന്നത്? നിങ്ങളെന്നെ പഠിപ്പിക്കുകയാണോ? നിങ്ങളെന്നെ പഠിപ്പിക്കാൻ വരികയാണോ? എന്നെ നിങ്ങൾ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട. അതൊക്കെ പണ്ടത്തെ കാലമായിരുന്നു. ഇപ്പോൾ പുതിയ കാലമാണ്. നിങ്ങളിപ്പോൾ ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ഞങ്ങളെക്കുറിച്ച് അറിയാമല്ലോ. ഇപ്പോൾ സ്ത്രീകളുടെ പക്ഷത്താണ്. നിയമവും എല്ലാം സംരക്ഷണവും ഞങ്ങൾക്കാണുള്ളത്. ഞങ്ങൾ പറയുന്നത് അനുസരിച്ചാൽ കൊള്ളാം. ചില ഭർത്താക്കന്മാർ വന്നിട്ട് കരയുകയാണ്, ബ്രദർ, എൻ്റെ ഭാര്യ എൻ്റെ മേൽ കേസ് കൊടുത്തിരിക്കുകയാണ്, എൻ്റെ മാതാപിതാക്കളെ പ്രതികളാക്കിക്കൊണ്ട് കേസ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഒരെത്തും പിടിയും കിട്ടുന്നില്ല. വെറുതെ എന്തോ പറഞ്ഞ സമയത്താണ്, ഹേയ്, ഞാൻ ആരാണ് നിങ്ങളെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ പേരിൽ കൊണ്ട് കേസ് കൊടുക്കുവാനിടയായത്. എത്ര ഭയങ്കരമാണ്, എത്ര ഭയങ്കരമാണ്. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ ഭർത്താവ് ദുഷ്ടനാണെങ്കിലും, ഭർത്താവ് നിനക്ക് അന്യായം ചെയ്തെങ്കിലും
പകപോക്കുന്നത് ഞാൻ ചെയ്യുമെന്നാണ് ദൈവം പറഞ്ഞത്. നിന്റെ ഭർത്താവ് നിനക്ക് അന്യായം ചെയ്താൽ നിന്റെ പക്ഷത്ത് ഞാനുണ്ടെന്നാണ് ദൈവം പറയുന്നത്. അതിൽ കൂടുതൽ എന്ത് വേണം? യൗവനകാലത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയുടെ മേൽ ഉത്തരവാദിത്തം ഞാനാണെന്ന് അവൻ പറഞ്ഞു. ദൈവത്തിന് സമയം കൊടുക്കുക കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി. നമ്മൾ തന്നെ കാര്യങ്ങൾ ചെയ്താൽ എങ്ങനെയാണ്? നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് നീ സമയത്തെ കൊടുക്കുക. നീ തന്നെ പകപോക്കരുത്. നിനക്കിഷ്ടമുള്ളതുപോലെ ചെയ്യരുത്. അന്ത്യകാലത്ത് മനുഷ്യർ ദൈവത്തിലേക്ക് തിരിയില്ല, ദൈവത്തിന്റെ സഹായം ചോദിക്കില്ല, ദൈവത്തിൽ ആശ്രയിക്കില്ല. പഴയ നിയമ ഭക്തന്മാർ ഞങ്ങൾക്കൊരു മധ്യസ്ഥനില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞു. യോബ് പറഞ്ഞ് കരയാനിടയായി, എനിക്കൊരു മധ്യസ്ഥനില്ലേ എന്ന്. എന്റെ കഷ്ടത ദൈവത്തിനോട് അറിയിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞ് കരഞ്ഞു. എന്നാൽ ഇന്ന് ദൈവം നമുക്കൊരു മധ്യസ്ഥനെ നൽകിയിട്ടുണ്ട്. അതാണ് നമ്മുടെ യേശുക്രിസ്തു. മനുഷ്യനും ദൈവത്തിനുമിടയിൽ ഏക മധ്യസ്ഥനാണ്. അവനാണ് കർത്താവായ യേശുക്രിസ്തു. നിന്റെ ഭർത്താവ് നിനക്ക് അന്യായം ചെയ്താൽ മധ്യസ്ഥനായിരിക്കുന്ന യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുക. അവൻ നിനക്ക് ന്യായം ചെയ്തു തരും. നിന്റെ ഭാര്യ നിന്നോട് അന്യായം ചെയ്യുകയാണെങ്കിൽ, നിനക്ക് ദ്രോഹം ചെയ്താൽ ദൈവസന്നിധിയിലേക്ക് ചെല്ലുക. അതല്ലാതെ ഗർവത്തിനും അഹങ്കാരത്തിനും ഇടം കൊടുത്തിട്ട്, കലഹങ്ങൾക്കും വഴക്കിനും ഇടം കൊടുത്ത് ബലമാർക്കാണെന്ന് തെളിയിച്ചറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നിന്ദിതരാകാൻ പാടില്ല, അപമാനിക്കപ്പെടുവാൻ പാടില്ല. കൊച്ചുകുട്ടികളുടെ ഹൃദയത്തെ വേദനിപ്പിക്കരുത്. മാതാപിതാക്കളായ നിങ്ങൾ കലഹിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മനസ്സ് വേദനിക്കും. അവരുടെ ഹൃദയം നൊമ്പരപ്പെടുവാനിടയാകും. അവർ സംസാരിക്കുന്നില്ല, അവർക്കറിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനെ അറിയാൻ കഴിയും നിന്റെ വഴക്കും ബഹളവും. നിന്റെ ഭർത്താവ് നിന്നെ ഉപദ്രവിക്കുന്നത് ഗർഭത്തിലിരിക്കുന്ന ശിശുവിനെ അറിയാൻ കഴിയും. അതുകൊണ്ടാണ് അവർ ജനിക്കുന്ന സമയത്ത് കുറവുള്ളവരായിരിക്കുന്നത്, ബലഹീനതയുള്ളവരായിരിക്കുന്നത്, ബുദ്ധി വളർച്ചയില്ലാത്തത്. അവർ വളർന്നു വരുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം കാണുകയില്ല. അന്ത്യകാലത്ത് അഹങ്കാരികളും ദൂഷകന്മാരും നന്ദികെട്ടവരും അശുദ്ധരും വലിയൊരു ലിസ്റ്റുണ്ട്. ഈ ലിസ്റ്റ് നോക്കിയാൽ ലോകത്തിൽ നന്ദികെട്ടവരും വഴക്കുണ്ടാക്കുന്നവരും ഇതെല്ലാം ഒരേ കാറ്റഗറിയാണ്. വഴക്കുണ്ടാക്കുന്നവർ, വഴക്കുണ്ടാക്കുക. നിങ്ങൾ ആരെങ്കിലും ചീത്ത വിളിക്കുമോ? അനേകം ആളുകൾക്കും ശാസിക്കുന്നതും ചീത്ത പറയുന്നതും തമ്മിൽ വ്യത്യാസം അറിയില്ല. നാം കുഞ്ഞുങ്ങളെ ശാസിക്കണം. എന്താണ്? പ്രായമുള്ളവർ ഇളയവരെ ശാസിക്കും. ദൈവദാസന്മാർ ദൈവത്തിന്റെ വചനം എടുത്തിട്ട് മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കും, അവരെ ശാസിക്കും, അല്ലാതെ വഴക്കു പറയുകയല്ല. കുറച്ച് കഠിനമായ വാക്കുകൾ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നു ഇന്ന് സ്റ്റേജിന് മുകളിൽ. അത് വഴക്കല്ല. എനിക്കാരോടും പകയില്ല, ആരോടും ഒരു ദേഷ്യവുമില്ല, ആരോടും ഒരു വെറുപ്പും ഇല്ല. നാം നന്നാവണം, കർത്താവിനെ പോലെയാകണം, കർത്താവിന്റെ സാദൃശ്യത്തിലാകണം, കർത്താവിനെ പോലെ നാം ജീവിക്കണം, സഭയുടെ ഉണർവിനു വേണ്ടി കാത്തിരിക്കണം. അതാകുന്നു ഇന്നെന്നെ സംബന്ധിച്ചുള്ളതായ വേല. സഭയാരാണ്? നീയും ഞാനുമാണ്. അവന്റെ നാമത്തെ അറിയുന്നവരാണ്. എന്തുകൊണ്ട് ഈ കഷ്ടത? എന്തുകൊണ്ട് ഈ രോഗങ്ങൾ? എന്തുകൊണ്ട് ഈ ബുദ്ധിമുട്ടുകൾ? ലൈനിൽ നിന്ന് ഏകദേശം 200ഓളം ആളുകൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയായി. അതിൽ കേവലം ഒരു 25ഓളം ആളുകൾ മാത്രമാണ് പറഞ്ഞത് എന്നോട് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ വർധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥന ആഗ്രഹിച്ചവർ, മാതാപിതാക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചവർ, അങ്ങനെ ചോദിച്ചവർ വളരെ കുറച്ചുപേരേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവർക്കും ചെറിയ 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 പ്രശ്നങ്ങളാണ്. രോഗവും ദുഃഖവും പ്രശ്നവും പ്രതികൂലവും കഷ്ടതയും ഞെരുക്കവും കടബാധ്യതയും. എന്തുകൊണ്ട് നിനക്കിത് വരുന്നു? നീ ദൈവത്തിന്റെ പൈതലല്ലേ? ഞാനതാണ് ചോദിക്കുന്നത്. എൻ്റെ അടുക്ക് പ്രാർത്ഥനയ്ക്ക് വരുന്നവരോട് ഞാൻ ചോദിക്കുവാൻ ഇടയാകും, നിങ്ങൾ ദൈവപൈതലല്ലേ എന്ന്. പാസ്റ്റർ, എനിക്ക് കാലുവേദനയാണെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കും, എന്താണ് നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ? മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചില്ലേ എന്ന് ചോദിക്കും. അങ്ങനെ തന്നെ ചോദിക്കും. മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ട് കാലിനുവേദന വന്നു എന്ന് പറയുന്നുവെങ്കിൽ അപ്പോൾ നമുക്ക് നോക്കാം എന്ന് ഞാൻ പറയാനിടയാകും. അങ്ങനെ വരില്ല. മുഴങ്കാൽ മടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറിയ വേദന ഉണ്ടാകാം, എന്നാൽ കാൽ ബലപ്പെടുകയാണ്. ബലപ്പെടും, ശരീരത്തിന് ആരോഗ്യം ലഭിക്കും. ഒറ്റയടിക്ക് 15 മിനിറ്റോളം മുഴങ്കാലിൽ നിൽക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് സാധിക്കില്ല. ദിവസവും 5 മിനിറ്റ് 10 മിനിറ്റ് മുഴങ്കാൽ മടക്കൂ. കുറേ ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് അരമണിക്കൂർ നിൽക്കാൻ കഴിയും. കാരണം എന്താണ്? കാലുകൾ ബലപ്പെട്ടിരിക്കുന്നു. യഹോവയെ കാത്തിരിക്കുന്നവർ എന്താണ്? ക്ഷീണിച്ചു പോകുമെന്നാണോ? അങ്ങനെയാണോ ഉള്ളത്? എന്താണ്? യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുവാനിടയാകും. അവർ കഴുകനെ പോലെ ചിറകടിച്ചു കയറും. അവർ ക്ഷീണിച്ചു പോകാതെ ഓടും, തളർന്നു പോകാതെ നടക്കും. അവർ കഴുകനെ പോലെ ചിറക് വിരിച്ചുയരത്തിലേക്ക് പറക്കും. അതാണ് ക്രിസ്തീയ ജീവിതം. എന്താണ്?
ഇന്നുള്ള ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് എല്ലാവർക്കും വളരെ ക്ഷീണമാണ്, ബലഹീനതകളാണ്, രോഗങ്ങളും കഷ്ടതയും ഞെരുക്കവും ബുദ്ധിമുട്ടുകളും. ഒരു ക്രിസ്ത്യാനി പോലും വന്നിട്ട്, ബ്രദർ, ദൈവത്തിന്റെ കൃപയാൽ ഞാൻ സമാധാനത്തോടെ ആയിരിക്കുന്നു, അധികമായി അനുഗ്രഹിക്കപ്പെട്ടു, സന്തോഷത്തോടെ ആയിരിക്കുന്നു, ആരോഗ്യത്തോടെ ആയിരിക്കുന്നു, കൂരിരുൾ താഴ്വരയുടെ അനുഭവം വന്നാലും എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്ന് പറയുവാൻ കഴിയുമോ? നിങ്ങൾ അങ്ങനെ പറയുന്ന നാളിൽ കർത്താവ് വരാനിടയാകും. നോക്കട്ടെ, ഞങ്ങൾ പ്രായം ചെന്നിട്ട് അങ്ങനെ പറയാൻ ശ്രമിക്കാം. അപ്പോൾ വരെ യേശു കാത്തു നിൽക്കുമെന്നാണോ? അവൻ വരാൻ പോകുകയാണ്. ഒരുപാട് തവണ അവൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. തന്നെ അനുസരിക്കാത്തവരുടെ മേൽ ദിനം മുഴുവനും ദൈവം തന്റെ കരം നീട്ടി നിൽക്കുകയാണ്. തന്നെ അനുസരിക്കാതെ മത്സരം കാട്ടുന്ന ആളുകളുടെ മേല് തന്റെ കരം നീട്ടിക്കൊണ്ട് TV-യിൽ കൂടി, മീറ്റിങ്ങുകളിൽ കൂടി, സഭകളിൽ കൂടി, ദേവദാസന്മാരിൽ കൂടി അവൻ വിളിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ മാനസാന്തരമുണ്ടോ? രക്ഷയുണ്ടോ? വിടുതലുണ്ടോ? നിനക്കൊരു സമാധാനമുണ്ടോ? അന്ത്യകാലത്ത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഒരിക്കലും പാടില്ല. ഭാര്യമാരെ ഉപദ്രവിക്കുന്നവർ, ഇവിടെ ഭാര്യമാരെ ഉപദ്രവിക്കുന്നവർ കൈ ഉയർത്താൻ പറഞ്ഞ ഒരുപാട് പേർ കാണുമെന്ന് എനിക്കറിയാം. അതിൻ്റെ ആവശ്യമില്ല. ഭാര്യ ബലഹീനപാത്രമാകയാൽ അത് മനസ്സിലാക്കിക്കൊണ്ട് കുടുംബജീവിതം നയിക്കുവാൻ വേണ്ടി വചനം പറയുന്നു. പിന്നെന്തിനാണ് ഭാര്യയെ ഉപദ്രവിക്കുന്നത്? എന്തിനാണ് ഭാര്യയെ ഭീഷണിപ്പെടുത്തുന്നത്? കുടുംബങ്ങളിൽ എത്രയോ പ്രശ്നങ്ങളാണെന്നുള്ളത്. അഭിനയിക്കാൻ ബഹുമിടുക്കരാണ്, വെളിയിൽ വരുന്ന സമയത്ത് എത്രയോ സ്നേഹത്തോടു കൂടിയായിരിക്കും. ഇണക്കുരുവികളെ പോലെ മാതൃകാ ദമ്പതികളാണ്. വീടിനുള്ളിൽ ചെന്നാൽ പിന്നെ കീരിയും പാമ്പുമാണ്, അടിയാണെപ്പോഴും. പുറമേയുള്ളവർക്ക് മാത്രം നല്ല സ്വഭാവമുള്ള മാതൃകാ ദമ്പതികളാണിവർ. എന്തിനാണിത്? എന്തിനാണ്? ആരെ ബോധിപ്പിക്കുവാൻ? നിന്റെ ഹൃദയത്തിൽ സന്തോഷമില്ലാതിരിക്കുമ്പോൾ, നിന്റെ ജീവിതത്തിൽ സമാധാനമില്ലാതിരിക്കുമ്പോൾ മനുഷ്യന്റെ മുൻപിൽ എത്ര നാൾ ഈ കപടവേഷം അണിയും? ഈ അന്ത്യകാലത്ത് മനുഷ്യർ കാപട്യമുള്ളവരായിരിക്കും, അഹങ്കാരികളായിരിക്കും, മാതാപിതാക്കളെ അനുസരിക്കാത്ത വ്യക്തികളായിരിക്കും. അതിനുശേഷം പറയുന്നു, അശുദ്ധന്മാരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും. ഈ ഡിഗ്രികളൊക്കെ നോക്കുക, BTH MTH എന്നൊക്കെ പറയുന്ന പോലെ. സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളും അജിതേന്ദ്രിയന്മാരും ക്രൂരന്മാരും. അപവാദം പറയുന്നവർ എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം എന്താണെന്ന് കണ്ടുപിടിക്കണം എന്നുള്ളതായ മനസ്സാണ്. സ്വന്തം തെറ്റുകൾ കണ്ടുപിടിക്കുന്നതായ സ്വഭാവം ക്രിസ്ത്യാനികളിൽ പോലും കാണുന്നില്ല. അന്ത്യകാലത്ത് ഇങ്ങനെയുള്ള അപവാദങ്ങൾ പെരുകി വരുന്നത് കാണുവാൻ കഴിയും. ഏതു സമയത്തും മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവരുടെ സമയം മുഴുവൻ വൃഥാവാക്കി കളയുന്നത് കാണാം. ഗർവികൾ, ധാർഷ്ട്യമുള്ളവർ, നന്ദിയില്ലാത്തവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ. ഇന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവയെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്വഭാവത്തിൻ്റെ ഒരു ചെറിയ പൊടി പോലും കർത്താവിൻ്റെ മക്കളായ നമ്മിൽ കാണാൻ പാടില്ല. നമ്മുടെ ഹൃദയത്തിൽ നാം നിഷ്കളങ്കർ ആയിരിക്കണം. എങ്കിലേ കർത്താവ് വരുമ്പോൾ നാം എടുക്കപ്പെടുകയുള്ളൂ. നീ മാലിന്യമെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഹല്ലേലൂയ 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 എന്ന് എത്ര പറഞ്ഞാലും, അല്ലെങ്കിൽ പാട്ടുകൾ പാടിയതുകൊണ്ട് മാത്രം, പ്രസംഗങ്ങൾ കേട്ടതുകൊണ്ട് മാത്രമോ, പ്രസംഗം ചെയ്തതുകൊണ്ട് മാത്രമോ സ്വർഗത്തിലേക്ക് പോവുകയില്ല. ദയവ് ചെയ്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഇപ്പോൾ എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. കേട്ടതായ ദൈവത്തിന്റെ വചനങ്ങൾ ഹൃദയത്തിൽ ഹൃദയസ്ഥമാക്കിക്കൊണ്ട് വായി തുറന്ന് എല്ലാവർക്കും കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവ് മേഘാരൂഢനായി വരുന്നതായ സമയത്തിൽ നാം അനിന്യരായിട്ട്, സത്യസന്ധരായി, ശുദ്ധന്മാരായിട്ട്, കുറ്റമില്ലാത്തവരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അന്ത്യകാലത്ത് അപകടം നിറഞ്ഞ കാലത്തായിരിക്കുന്നു നാം ഇപ്പോൾ. സ്വാർത്ഥതയുണ്ടോ നിന്നിൽ? കള്ളം പറയുന്നുവോ? അഹങ്കാരം കാണിക്കുന്നുവോ? മാതാപിതാക്കളെ അനുസരിക്കാതെ നിനക്കിഷ്ടമുള്ളതുപോലെയാണോ ജീവിക്കുന്നത്? ഒരു തവണ നിങ്ങളെക്കുറിച്ച് തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. അശുദ്ധിയിലായിരിക്കുന്നുവോ? പോഷനായിരിക്കുകയാണോ? അഹങ്കാരിയായിരിക്കുകയാണോ? അയ്യോ, ഈ നാശകരമായ സ്വഭാവത്തിൽ നിന്ന് എന്നെ വിടുവിക്കുമാറാകണമേ കർത്താവേ. എന്നെ നീതിയുള്ള വ്യക്തിയായിട്ട് നീ മാറ്റണമേ എന്നെല്ലാവർക്കും കർത്താവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ദർശിക്കുമാറാകണമേ. നിന്റെ വചനം കേട്ട് ഹൃദയത്തിൽ ഏറ്റെടുത്തിട്ട് നിന്നോട് നിലവിളിക്കുന്നതായ മക്കളെ നീ ദർശിക്കുമാറാകണമേ. മദ്യപാനികളെ വിടുവിക്കുമാറാകണമേ. വ്യഭിചാരികളെ മാറ്റുമാറാകണമേ. കള്ളം പറയുന്നവരെ മാറ്റിയെടുക്കണമേ.
വഞ്ചിക്കുന്നവരെ മാറ്റിയെടുക്കണമേ. കലഹമുണ്ടാക്കുന്നവനെ മാറ്റണമേ. ഭോഷ്ക് പറയുന്നവനെ മാറ്റണമേ. ധനാശയിലുള്ളവരെ മാറ്റണമേ. അശുദ്ധിയുള്ളവരെ മാറ്റണമേ. അശുദ്ധിക്ക് ഇടം കൊടുത്തുകൊണ്ട് യൗവനകാലത്ത് തങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയുന്ന എല്ലാവരെയും നീ മാറ്റിയെടുക്കണമേ. എല്ലാ വ്യക്തികളെയും നീ മാറ്റിയെടുക്കണമേ അപ്പാ. സൗഖ്യപ്പെടുത്തുമാറാകണമേ, വിടുവിക്കുമാറാകണമേ. നിന്റെ വരവിന് വേണ്ടി അവരെ ഒരുക്കുമാറാകണമേ. നിന്റെ രാജ്യത്തിൽ യുഗയുഗങ്ങളായിട്ട് തലമുറ തലമുറയായി ജീവിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.